ബഹിരാകാശത്തു നിന്ന് ചാടി ഭൂമിയിലെത്തിയ ശാസ്ത്രജ്ഞൻ. ഹായ്, ബൈജിരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈയിടെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ശാസ്ത്രജ്ഞൻ 1,28,000 അടി മുകളിൽ നിന്ന് ചാടി 1236 കിലോമീറ്റർ സഞ്ചരിച്ച് 4 മിനിറ്റ് 5 സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ തിരിച്ചിറങ്ങി. ഇദ്ദേഹം താഴത്തേക്ക് വീഴുന്ന സമയത്ത് ഭൂമി കറങ്ങുന്നത് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വൈറലായ വീഡിയോയുടെ കൂടെയുള്ള കുറിപ്പാണിത്. വീഡിയോ താഴെ കാണാം. എന്താണ് യാഥാർത്ഥ്യം? ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ യഥാർത്ഥത്തിലുള്ളതാണ്. 2012 ഈ സംഭവം. ഇതിൽ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ നിന്നല്ല, ഓസ്ട്രിയയിൽ നിന്നുള്ള സ്കൈ ഡൈവറാണ്. ഈ വീഡിയോ യഥാർത്ഥമാണെങ്കിലും ഈ വീഡിയോയുടെ കൂടെയുള്ള കുറിപ്പ് തീർത്തും തെറ്റാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 1,28,000 അടി മുകളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അത് വെറും 39 കിലോമീറ്റർ മാത്രമേ ആവുന്നുള്ളൂ. ബഹിരാകാശം ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 80 കിലോമീറ്ററെങ്കിലും ഭൂമിക്ക് മുകളിലേക്ക് പോകണം. 1,28,000 അടി എന്ന് പറഞ്ഞാൽ ചില വലിയ ചിറകുള്ള വിമാനങ്ങൾ പോകുന്ന അത്ര ഉയരം മാത്രമാണ്, സ്പേസ് അല്ല. ഇനി അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1236 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ്. അതും തെറ്റാണ്. കാരണം ചാടിയത് വെറും 39 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് 1236 കിലോമീറ്റർ സഞ്ചരിക്കുക? 39 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടിയതിന് തന്നെ അവിടെ വായു ഇല്ലാത്തതിന് ഇദ്ദേഹത്തിന് വളരെയധികം സ്പീഡ് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വന്ന സ്പീഡാണ് 1236 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത്. അത് നമ്മുടെ സാധാരണ വിമാനമെല്ലാം പോകുന്നതിൻ്റെ ഏകദേശം 1.5 മടങ്ങ് സ്പീഡാണ്, ഏകദേശം ശബ്ദത്തിൻ്റെ വേഗത. പിന്നെ ഇതിൽ പറയുന്നത് ഭൂമി കറങ്ങുന്നത് കാണുവാൻ സാധിക്കുമായിരുന്നു എന്ന്. അതും തെറ്റാണ്. നമ്മളൊരു കടലാസോ മറ്റോ താഴത്തേക്ക് ഇടുന്ന സമയത്ത് അത് കറങ്ങി വീഴില്ലേ, അതുപോലെ അദ്ദേഹം താഴത്തേക്ക് പോരുന്ന സമയത്ത് കറങ്ങി പോകുന്നത് കാരണം, ആ ക്യാമറ കറങ്ങുന്നത് കാരണമാണ് ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ യഥാർത്ഥത്തിലുള്ളതാണ്, പക്ഷേ ഈ കുറിപ്പ് തീർത്തും തെറ്റാണ്. ഇതിൻ്റെ വിശദമായ വീഡിയോ ശാസ്ത്രലോകം യൂട്യൂബ് ചാനലിൽ കാണാം. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.